ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യശ് നായകനായിട്ടുള്ള ടോക്സിക്കിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. KGF ശേഷം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ട്രെയിലർ വന്നിപ്പോൾ 2-3 ദിവസമായി. ആകപ്പാടെ ഫുള്ള് വിവാദങ്ങളും പരിപാടികളും ഒക്കെയാണ് പടത്തിൻ്റെ ആ ട്രെയിലറിൻ്റെ ബേസിൽ വന്നേക്കുന്നത്. നമ്മൾ ഇതുവരെ ട്രെയിലർ കണ്ടിട്ടില്ല. എല്ലാവരും പറയുന്നു കണ്ടു നോക്കേണ്ടതാണെന്ന്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ട്രെയിലർ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഓക്കെ, ഇംഗ്ലീഷ് പറയും. Want my son to have a peaceful burial. Do you think he'll come? നാടകോ? I don't think so. Nobody's so insane. ഭയങ്കര ഡ്രമാറ്റിക് കേട്ടോ. What the fuck is going on? ഇതൊക്കെ മതി. Just a fucking drunkard. ഈ പുള്ളി മലയാളിയല്ലേ? What's he doing? Hey! Get the fuck out! ബോംബ്. Hey! മാർക്കോ ഓടി ഇന്ത്യ കൊണ്ടിന്റെ ഒരു സ്റ്റൈല്. ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ യശ്. ലുക്കല്ലേ, ഈ ലുക്കാ. Daddy's home. റിലീസ് മാർച്ച് 19. ഗീതു മോഹൻദാസിന്റെ മാർക്കോ. ട്രെയിലർ കണ്ടിട്ട് ഒരു മാർക്കോ ടച്ച് ഉണ്ട് എല്ലായിടത്തും, തുടക്കം തൊട്ട് അവസാനം വരെ ഒരു മാർക്കോ ടച്ച്. പിന്നെ ഇവർ പറഞ്ഞേക്കുന്നത് പാൻ വേൾഡ് ആണെന്നാണ് പടം. പാൻ ഇന്ത്യൻ അല്ല, പാൻ വേൾഡ്. വലിയ സെറ്റപ്പിൽ എന്തൊക്കെ പ്ലാൻ ചെയ്തേക്കുന്ന പരിപാടിയാണ്. ആദ്യത്തെ സീൻസിലെല്ലാം ഫുള്ള് ഡ്രാമാറ്റിക് ആണ്, ഫുള്ള് ഒരു നാടകം കാണുന്ന സെറ്റപ്പാ. പക്ഷെ ട്രെയിലറിൻ്റെ ഒരു പകുതി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആക്കിയ രീതിയാണ് വിവാദമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് തോന്നുന്നു. കാരണം ഇത് വേറെ ആരെങ്കിലും ചെയ്താൽ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് ഗീതു മോഹൻദാസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ട്രെയിലർ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നതിൽ കാര്യമുണ്ട്. സംഭവം നമ്മുടെ കസബ മൂവി ഇറങ്ങിയതിന് ശേഷം കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂക്ക അതിനകത്ത് നായികയുടെ പോലീസുകാരിയുടെ പാൻറ്റിൽ പിടിച്ച് ഇങ്ങനെ വലിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാർവതി തിരുവോത്തും എല്ലാം ഈ ഇവർ പറഞ്ഞതിന് കൂട്ടുപിടിച്ച് ഒരുപാട് പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ടുണ്ടായിരുന്നു.
പാർവതിയുടെ കരിയർ ഒന്ന് ഡൗൺ ആയി പോയതിൻ്റെ ഏറ്റവും വലിയ കാരണം ആ ഒരു ഇൻസിഡൻ്റ് ആണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും ഒരു വിവാദത്തിലേക്ക് ഒരു പടത്തിന്റെ വിഷ്വലിനെ കൊണ്ടുപോയ ഒരാളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പുതിയ ട്രെയിലറാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ട്രെയിലർ കണ്ടിട്ട്? അവർ ഉപമ കാണിച്ചതാണ്. ഉപമ കാണിച്ചത് വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ബോംബ്, കാറ്, ഇടയ്ക്ക് തൊടയെന്ന് ചുരുട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. എന്താണ് പരിപാടിയെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോൾ ഈ ട്രെയിലർ കണ്ടു. ഈ ട്രെയിലറിനെ ഇത്രയൊക്കെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എൻ്റെ അഭിപ്രായം ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇത് ഏത് സാഹചര്യത്തിലാണ് ഇതിപ്പോൾ ഈ വിവാദത്തിലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലാണ് കാര്യം. കാരണം ഇങ്ങനെ ഒരു പ്രസ്താവന ഗീതു മോഹൻദാസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം പറയുന്ന പോലെ തന്നെ ഇതൊരു പാൻ വേൾഡ് പടമാണ്. അവർ ആ ട്രെയിലറിൽ തന്നെ താഴെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മലയാളം, ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ, നമ്മൾ പാൻ ഇന്ത്യൻ സിനിമാസിന്റെ ടോട്ടൽ എല്ലാം ട്രെയിലറിൽ കാണിക്കുമല്ലോ. ഓരോ ലാംഗ്വേജ് ട്രെയിലർ കാണിക്കും. ഇതിൽ ഇംഗ്ലീഷും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവര് പാൻ വേൾഡ് എന്ന് പറയുന്നത് ഒരു ലോകം മൊത്തം റിലീസ് ചെയ്യാനുള്ള പ്ലാനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സീൻ വന്നതിൽ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇത് ഗീതു മോഹൻദാസിന്റെ ഭാഗത്തുനിന്ന് വന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു വിവാദമായിട്ട് മാറിയത്. ആ കാര്യത്തിൽ എനിക്ക് കുറച്ച് എതിർപ്പുണ്ട്. കാരണം ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ആ സമയത്ത് ഭയങ്കര കോരിത്തെരിച്ച് ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ WCC ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്മി ചേച്ചിയും പാർവതി ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാർ. പാർവതിയുടെ കരിയർ ഡിമ്മായി പോയത് ഇത് തന്നെയാണ് കാരണം എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഇത്രയൊക്കെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഗീതു മോഹൻദാസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്തോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതില് നിങ്ങൾ ബഹളം ഉണ്ടാക്കേണ്ടവർ ബഹളം ഉണ്ടാക്കിക്കോ, ഞാൻ ചില്ല് ചെയ്യുകയാണെന്നുള്ള ഒരു അർത്ഥത്തിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അറിയാൻ കഴിഞ്ഞത് പാർവതി തിരുവോത്ത് പുള്ളിക്കാരിയെ അൺഫ്രണ്ട് ചെയ്തെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ വേറെ ആരും റീമാക്കല്ലെങ്കിലും എന്തോ പ്രതികരണം നടത്തി. അല്ലാതെ വേറെ ആരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചൊന്നും കാണുന്നില്ല. WCC ചേച്ചിമാരൊക്കെ എനിക്ക് തോന്നുന്നു പണിമുടക്കിലാന്ന് തോന്നുന്നു. എഴുന്നേറ്റില്ലേ എന്തോ ഉറക്കത്തേക്ക്. എന്തായാലും നമുക്ക് ഈ ട്രെയിലർ, ഈ പടത്തിന്റെ ആരൊക്കെയാണ് പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ക്രൂ നോക്കാം. ഗീതു മോഹൻദാസ് ഡയറക്ടർ. അതേപോലെ ഈ പടം എഴുതിയേക്കുന്നത് യാഷും ഗീതു മോഹൻദാസും കൂടി ചേർന്നിട്ടാണ്. യാഷിന്റെ ഒരു സ്റ്റാർഡം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിയുടേതായ ചേഞ്ചസ് ഒക്കെ ഇത് വരുത്തിയിട്ടുണ്ടാവണം. ഇടയ്ക്കൊരു ഗീതു മോഹൻദാസ് ഈ പടത്തിൽ നിന്ന് പിന്മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. വീണ്ടും തിരിച്ച് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അത് റൈറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ വെങ്കട് കെ നാരായണയും യാഷും കൂടി ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രൊഡ്യൂസറും കൂടിയാണ് യാഷ് പ്രൊഡ്യൂസറാണ്, എഴുതിയിട്ടുണ്ട്, അതേപോലെ പുള്ളി അഭിനയിച്ചിട്ടുമുണ്ട്. പിന്നെ നായികമാരുടെ ഒരു ഒഴുക്കാണ് പടത്തിൽ. കിയാറ അദ്വാനി, നയൻതാര, നമ്മുടെ കാന്താരയിലെ നടി രുക്മിണി വസന്ത്, ഹുമ ഖുറേഷി, താര സുതാരിയൻ, ഇത്രയും നായികമാരുള്ള. ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം കണ്ടിട്ട് നമുക്ക് പറയാം. എന്തായാലും നമ്മൾ റിവ്യൂ ചെയ്യുമല്ലോ, അപ്പോൾ നമുക്ക് പറയാം. പിന്നെ സിനിമാറ്റോഗ്രാഫി പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് തന്നെയാണ്, ഗീതു മോഹൻദാസിന്റെ ഹസ്ബൻഡ് തന്നെയാണ് രാജീവ് രവി. നമ്മുടെ കമ്മട്ടിപ്പാടം, അതേപോലെ അന്നയും റസൂലും അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്തത് പുള്ളിയാണ്. അതേപോലെ നാഷണൽ അവാർഡ് വിന്നറാണ് പുള്ളി. പിന്നെ ഉജ്ജ്വൽ കുൽക്കർണിയാണ് പടം എഡിറ്റ് ചെയ്തേക്കുന്നത്. എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി, നമ്മുടെ രാജീവ് രവിയുടെ സിനിമാറ്റോഗ്രഫി വളരെ നന്നായിരുന്നു. അതിൻ്റെ കളർ ടോണും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഫസ്റ്റിൽ ഒരു ഗ്രീനിഷ് ടച്ച്, നമ്മൾ KGFന്റെ കളർ ടോണും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള കളർ ടോണാണ് ഫസ്റ്റിലെ കാണിക്കുന്നത്. പിന്നെ ആ ഫയറും ബ്ലാക്കും എല്ലാം കൂടി ഒന്ന് നമ്മുടെ മാർക്കോയിലൊക്കെ കാണിച്ചേക്കുന്ന, മാർക്കോയിലൊക്കെ അവർ വിജയിച്ചൊരു കളർ ടോൺ ഉണ്ട് ലാസ്റ്റിലെ, ഫുള്ള് ഫയറും ആ ബ്ലാക്കും എല്ലാം കൂടി ചേർന്നിട്ടുള്ളത്. അത് ഭയങ്കര ഭംഗിയുണ്ട്. അതേപോലെ മ്യൂസിക് ചെയ്തേക്കുന്നത് രവി ബസ്രൂറാണ്, നമ്മുടെ KGFന്റെ മ്യൂസിക് ചെയ്ത ആള്. പക്ഷെ KGF ഉണ്ടാക്കിയ ഒരു പഞ്ച് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്തില്ല. KGFന്റെ മ്യൂസിക് നമുക്ക് കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ രോമമൊക്കെ എഴുന്നേറ്റ് പോകും. അങ്ങനെ ഒരു മ്യൂസിക് ആയിരുന്നു. ആ ഒരു പഞ്ച് ഇതിന് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ ലാസ്റ്റ് യാഷിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഡാഡി ഈസ് ഹോം എന്ന് പറഞ്ഞിട്ട്.
അത് എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും തോന്നിയില്ല. കാരണം നമ്മളെ KGF-ന്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ട് നമ്മളെ മനസ്സിൽ അതെല്ലാം കിടക്കുന്നുണ്ട്. എനിക്കിത് വലിയ ഇമ്പാക്റ്റ് തോന്നിയില്ല. ഒരു രസമില്ല പുള്ളി അത് പറഞ്ഞത്. പിന്നെ KVN പ്രൊഡക്ഷൻസ്, നമ്മുടെ വിജയുടെ പുതിയ പടം ജനനായകൻ, അതിന്റെ പ്രൊഡക്ഷൻ ടീമാണ്. അവരാണ് KVN പ്രൊഡക്ഷൻസ്, അവരാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ തുരുതുര പടം ചെയ്തുകൊണ്ടിരിക്കുക അവരിപ്പം ഇന്നലെ ഒരു പടം റിലീസായി, നമ്മുടെ പരാശക്തി എന്ന് പറഞ്ഞിട്ട് ശിവകാർത്തികേയൻ്റെ. അതിന്റെ റിവ്യൂ ഞാൻ ഉടനെ ചെയ്യും. പടം ഞാൻ കണ്ടു, റിവ്യൂ അടുത്ത വീഡിയോ വരും. അത് കുറച്ച് പറയാനുണ്ട്. ഇവരെനിക്ക് തോന്നുന്നു ഈ പടങ്ങൾ മൊത്തം ബിഗ് ബജറ്റ് പടങ്ങൾ മൊത്തം വരിയെടുക്കുകയാണെന്ന് തോന്നുന്നു. മറ്റേ ലൈക്ക മൂവീസിനെ കടത്തി വെട്ടാനുള്ള ഒരു പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മാർച്ച് 19 തീയതിയാണ് പടം റിലീസ്. എല്ലാ ലാംഗ്വേജിലും, മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള എല്ലാ ലാംഗ്വേജുകളിലും പടം റിലീസാവുന്നുണ്ട്. യാഷ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു പടം ചെയ്തേക്കുവാണ്. അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടിട്ട് മനസ്സിലാക്കാം. കാരണം പുള്ളി ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. അതോ ഗീതു മോഹൻദാസ് പുള്ളിയെ വധിക്കുമോ എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും നമുക്ക് പടം കണ്ടിട്ട് നമ്മൾ റിവ്യൂ ചെയ്യും. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ അടുത്ത് ഹൈപ്പ് ബട്ടണൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അതെല്ലാം നിങ്ങൾ പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.